ഐസ്ക്രീം 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 നമുക്ക് മേടിക്കാം. ആഹാ, അത് ശരി. ഇപ്പൊ തന്നെ ഐസ്ക്രീം വാങ്ങിക്കാം. ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് കയറ്റി പോരുത്, പറഞ്ഞേക്കാം. എന്നാ പിന്നെ സെക്യൂരിറ്റി ഐസ്ക്രീം വാങ്ങാൻ എന്താ വഴി? നമുക്ക് പപ്പായോടൊന്ന് ചോദിച്ചാലോ? ശേലായി. പപ്പയാണ് ബസ്സൂലിക്ക് കാശില്ലാതെ കോളേജിൽ പോലും പോകാണ്ടിരിക്കുക. മോളി, ബോബാ, രണ്ടുപേരും ഇവിടെ വാ. ആഹാ, എന്താ അമ്മച്ചി? ഞാൻ മുട്ട വിറ്റ് കാശ് കൊടുത്ത് ഐസ്ക്രീം മേടിക്കും. അല്ലടി, രണ്ടിന് ഇന്ന് ഞാൻ. അമ്മച്ചിയുടെ വരട്ടൊന്നും എന്നോട് വേണ്ട. എന്നെ എങ്ങനെ തല്ലിയ വനിതാ കമ്മീഷന് പരാതി കൊടുക്കും ഞാൻ. കൊണ്ടുപോയി കൊടുക്കടി പരാതി. ചിട്ടിക്കാരത്തേക്ക് കൊടുക്കാൻ പറ്റുന്ന കാശ. അതേതായാലും നന്നായി. ഇതൊരു വീടാണോ? ഇതിനെ കാരാഗ്രഹം എന്നാ പറയേണ്ടത്. ഇതിലും പദം വല്ല അനാഥമന്ദിരത്തിലും കഴിയുന്നതാ. നമുക്ക് നാട് വിട്ടു പോകാം. എങ്ങോട്ടാടി? ഈ തടവറയിൽ നിന്ന് ഞങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്നു. വഴക്കും ചൂരിലും വെള്ളം കോരലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. അതേത് ലോകം? ചന്ദ്രനിലേക്കാന്നോടി? ഞങ്ങൾ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി 1 വർഷം കഴിഞ്ഞേ വരൂ. വിട തരൂ അമ്മച്ചി. ബെല്ലടിച്ചിട്ടൊന്നും ഒരനക്കവുമില്ലല്ലോ. വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അയൽവക്കത്ത് ചോദിക്കാം. അവരെല്ലാം ക്രിസ്മസ് അവധിക്ക് നാട്ടിൽ പോയല്ലോ. നിങ്ങൾ മേരിക്കുട്ടിയുടെ മക്കളല്ലേ? നേരം വൈകിയല്ലോ. ഇനി ഇവിടെ കിടന്നേച്ച് നാളെ രാവിലെ പോകാം. വാ. എന്താടി പെട്ടെന്നിങ്ങ് പോന്നത്? 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതിനെന്താ, 1 വർഷം കഴിഞ്ഞല്ലോ. ഇന്ന് ജനുവരി 1. അമ്മച്ചി, ഇന്ന് പുതുവർഷമാ. സൊസൈറ്റി ലേഡികളെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട് ക്ലബിന്റെ വാർഷികത്തിന് പിരിക്കാൻ. ആ പൊണ്ണത്തടിച്ച് ശോശാമയുണ്ട് കറങ്ങാൻ. കിളവികളും മേക്കപ്പ് ഇട്ടേച്ച് ഇറങ്ങിക്കോളും വയസ്സാങ്കാലത്ത് ഷൈൻ ചെയ്യാൻ. യോ, അതാരാ? ആ പണ്ടാരങ്ങളല്ലേ വരുന്നത്. ആ ആന വെറുതെയുണ്ട്. ബോബാ, അമ്മച്ചിയില്ലോടാ? വരണം വരണം, അകത്തേക്കിരിക്കാം. മോളി നിങ്ങളുടെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അമ്മച്ചി പുറത്തു പോയിരിക്ക. മരത്തിന് കുടിക്കാൻ എന്താ വേണ്ടത്? ചൂടുള്ളത് എന്തുണ്ട് കുടിക്കാൻ? ഇന്ത്യൻ സൂപ്പുണ്ട്, എടുക്കട്ടെ? ഇന്ത്യ സൂപ്പോ? അതെന്തുവാ? ആ, എന്തായാലും കൊണ്ടുവാ, നോക്കിക്കളയാ. അല്ലേലും മേരിക്കുട്ടി പാചകത്തിന് മിടുക്കിയ. നോക്കടി, ആ കുട്ടികളുടെ ഒരു വിനയം, എന്തൊരു മര്യാദ, എന്തൊരു കുലീനത്വം. കുട്ടികളായ ഇങ്ങനെ വേണം. നീ ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞ എന്തിനാ? എടി, നമ്മുടെ കഞ്ഞിവെള്ളത്തിന് ഇന്ത്യൻ സൂപ്പ് എന്ന് പറഞ്ഞത്. മലയാളത്തിൽ പറഞ്ഞാ അവര് വേണ്ടെന്ന് പറയും. ആ മറതാച്ചി നമ്മുടെ കസേര ഒടിച്ചേ പോകുന്ന തോന്നണ. കുട്ടികള് തറവാടികളാവുന്നത് അവരെ വളർത്തുന്നവരുടെ കഴിവാ. അതൊക്കെ ഓരോരോ കുടുംബത്തിന്റെ ജാത്ത. വീട്ടില് അച്ഛനും അമ്മയും ശരിയല്ലെങ്കിൽ കുട്ടികളുടെ കാര്യവും പോക്കാം. അതെ അതെ, ഈ പ്രായത്തിൽ ഇങ്ങനെ ഗുരുത്വമുള്ള കുട്ടികളിപ്പോ കുറവാ. ആ വക്കീല് അതുപോലെ കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഞെളിഞ്ഞിരിക്കുന്ന പണ്ടാരത്തിനെ കണ്ടില്ലേ? പക്ഷെ ചാണകെട്ട മാതിരി ഉണ്ട് അവളുടെ മുടികെട്ട്. മറ്റോള് കെട്ടുകാലയും പൊട്ടിച്ചോണ്ട് ഇറങ്ങിയിരിക്കുവാ നാട് തണ്ടാൻ. എടി, നീ ആ വെള്ളം എടുക്ക്, പണ്ടാരങ്ങൾ കുടിക്കട്ടെ. ഓ, ഇന്ത്യൻ സൂപ്പ് എത്തിയല്ലോ. താങ്ക് യു ബേബി. വെൽക്കം ആന്റി. ഇനിയും വേണമെങ്കിൽ പറഞ്ഞോളൂ. വല്ലാത്ത ദാഹം കാണുമായിരിക്കും. ഒത്തിരി നടന്നതല്ലേ? ആന്റിമാര് കുറച്ചേരം ഇരുന്നേച്ച് പോയാ മതി, ക്ഷീണം മാറട്ടെ. മറ്റു കുട്ടികൾ ഇവരെ കണ്ടു പഠിക്കണം. എന്നാ മര്യാദ!
അമ്മച്ചി വരുമ്പം ഞങ്ങൾ വന്നേച്ചു പോയിന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇറങ്ങുവാണോ? ഞങ്ങള് തന്ന വെള്ളം കുടിച്ചേച്ച് എന്തു തോന്നി? ഒന്നും തോന്നിയില്ല. ഇന്ത്യൻ സൂപ്പ് ആദ്യമായിട്ടാ കുടിക്കുന്നേ. ഒരു പുളിപ്പുണ്ടായിരുന്നു, എന്നാലും സാധനം കൊള്ളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേടി കുഴപ്പമൊന്നുമില്ലെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ബോബ ഒരു തർക്കം? അല്ല ആന്റി, ഇവള് പറയുക എലി ചത്തു വീണ കഞ്ഞിവെള്ളം കുടിച്ച കുഴപ്പമാണെന്ന്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ലെന്ന്. ഇതേണ്ടേ ഇപ്പൊ ആന്റിമാർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ചക്ക ഒന്നിന് 2 രൂപയോ? കർത്താവേ, എന്നാ അന്യായ വില! 2 രൂപ ഒട്ടും കൂടുതലല്ല ചേച്ചി. ചക്കക്കുരു ഉൾപ്പെടെയായി വില. ഇതെന്നാത്തിനാടി ചക്ക വില കൊടുത്ത് വാങ്ങുന്നേ? നമുക്ക് വീതം കിട്ടിയ പുരയിടത്തിലെ പ്ലാവയിൽ ചക്ക പുണ്ണ് പോലെയല്ലേ പിടിച്ചു കിടക്കുന്നത്. ഞാൻ പോയി ചക്ക ഇട്ടോണ്ട് വരാം. ആ പിന്നെ എന്റെ ഒരു കക്ഷി വരും, ഇരിക്കാൻ പറ. ചക്ക 2-3 ഒന്നിച്ച് കെട്ടിയേ തലയിലോട്ട് വെച്ചോണം. നിന്റെ അപ്പൻ നിന്നെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച പോലെ. പ്ലാവേൽ കേറാൻ ആള് വേണം. ആരെ വിളിക്കും? ആ നമ്മുടെ സാമുവേലിന്റെ മകനെ വിളി. നല്ല കയറ്റമുള്ള ജോലിയാന്നാ കേട്ടെ. അങ്ങേര് സബ് കളക്ടറാ ചേട്ടാ. ഒന്ന് വേഗം വാടി, ബസ് ഇപ്പൊ പോവും. ദാണ്ടത് ഈ പ്ലാവേന്നേ നല്ല വിളഞ്ഞ ചക്ക നോക്കി ഒരു 3-4 എണ്ണം ഇങ്ങോട്ട് ഇടണമല്ലോ. എന്താവും കൂലി? ഓ 2-3 ചക്ക ഇടുന്നതിന് സാറിനോട് എന്ത് കണക്ക് പറയാനാ? സാറിന് ഇഷ്ടമുള്ളത് എന്തേലും തന്നാ മതി സാറേ. ദാ 10 രൂപയുണ്ട്. 10 രൂപയോ? 80 രൂപയാ കയറ്റക്കൂലി. 4 ചക്ക ഇട്ടതിന് 80 രൂപയോ? ഇത് എവിടത്തെ കൂലി? എവിടത്തെ കൂലിയോ? മര്യാദക്ക് കാശ് വെച്ചു പോടൂ എച്ചി. ഇതാ 80 രൂപ. ചേട്ടാ, ഈ ചക്കയൊന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിച്ച് തരുവോ? ലോഡിങ്ങിന് ഇവിടെ ആൾക്കാരുണ്ട്. ചക്ക ഒന്നിന് ചുമട്ട് കൂലി 20 രൂപയാ. ചക്ക ആ ബസ്സിന് മുകളിലോട്ടൊന്ന് കയറ്റി തരണം. ബസ്സേ കയറ്റാനുള്ള അവകാശം ഞങ്ങൾക്കാ. ആഹാ, എങ്കിൽ ഞാൻ തന്നെ ചക്ക കയറ്റിക്കൊള്ളാം. ചക്കയൊന്നും ബസ്സിനകത്ത് കയറ്റാൻ പറ്റില്ല. അത് മുകളിലേക്ക് ഇട്. താൻ ബസ്സിന്റെ മുകളിൽ ചക്ക കയറ്റുന്ന ഒന്ന് കാണണം. ചക്ക കയറ്റി. ആ ഇനി പോവാ. ആ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ.